അപ്പൊ ഇന്നൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പം ഈ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്രോസ് ഓവറിൽ ബാക്ക് ട്രൈസെപ്സിനും ബാക്ക് എക്സ്റ്റൻഷൻ നമ്മൾ കളിക്കുന്നതിൽ പലർക്കും പല കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ഹോളിലിട്ട് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ കുറച്ചും കൂടെ കിട്ടും എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. സാധാരണ ചില ആൾക്കാർ ഒരുപാട് ഇതുപോലെ ലെങ്തി ആക്കി ഇട്ടിട്ട് ബാക്ക് എക്സ്റ്റൻഷൻ, അതായത് നമ്മൾ ഇതിൽ നിന്നിട്ട് ബാക്ക് എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഡൗട്ട് വരാറ്. അപ്പോൾ സാധാരണ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം റോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഈ റോപ്പ് ഉപയോഗിച്ചിട്ട് ഏത് ഹോളിൽ ഇട്ടിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട് വരാറുണ്ട്. ഇതായാലും നമ്മൾ ട്രൈസിന് കിക്ക് ബാക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു ഡൗട്ട് വരാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും കിക്ക് ബാക്ക് ചെയ്യുന്ന സമയത്ത് ഹൈറ്റിൽ പൊക്കിയിട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു ഹൈറ്റിൽ ചെയ്യാറുണ്ട്. ഈ ഒരു ഹൈറ്റിൽ നമ്മൾ കിക്ക് ബാക്ക് ചെയ്യുമ്പം വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് ഇത്രയും നല്ല കൈ കറക്റ്റ് ഇത് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുള്ളൂ. കൈ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഇത്രേ കിട്ടുന്നുള്ളൂ. ബാക്കിൽ പോയതിന് ശേഷം ഫ്രണ്ടിലോട്ട് ഇത്രേ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് കൂടുതൽ കൈ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇതിന്റെ ലോ ബേസിൽ ഇട്ട് കഴിഞ്ഞാൽ, ഏറ്റവും താഴത്തെ ഹോളിൽ ഇട്ട് കഴിഞ്ഞാൽ കൈ ഇത്രയും വരെ നമുക്ക് നൂത്തെടുക്കാൻ പറ്റും. ഇത്രയും വരെ ഫുൾ എക്സ്റ്റൻഷൻ കിട്ടും. ഫുൾ കൈ 90 ഡിഗ്രിയിൽ ബെൻഡാവും. അത് ബാക്കിലോട്ട് പോവുകയും ചെയ്യും. വീണ്ടും ഇത്രയും ഈ ഒരു പോർഷനിൽ ഫുള്ള് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ മുകളിലോട്ട് ഇടുകയാണെങ്കിൽ ഈ സാധനം പോയിട്ട് ഇത്ര വരത്തുള്ളൂ. എവിടെയാണ് ഇടുന്നത് അത്ര വരത്തുള്ളൂ. ഇത്ര ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത്രയും കിട്ടില്ല. ഇത്ര ആകുമ്പോഴത്തേക്ക് തീർന്നു. പക്ഷെ നമ്മൾ ഏറ്റവും താഴെ ഇട്ടാണ് ഈ സാധനം ചെയ്യുന്നതെങ്കിൽ ഈ ട്രൈസിന് കിക്ക് ബാക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ എക്സ്റ്റൻഷൻ കിട്ടും. ഫുൾ എക്സ്റ്റൻഷൻ ഇതാണ് കിക്ക് ബാക്ക് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന 90 ഡിഗ്രിയിൽ ഈ എൽബോ ഇങ്ങനെ വരണം. ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ചെയ്യാം. ഇത് എല്ലാവർക്കും വരുന്ന പൊതുവെ ഒരു ഡൗട്ടാണ്, ഇത് ഏത് ഹോളിൽ ഇടുന്നു. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ സംഭവം, ബാക്കിൽ ട്രൈസിൽ എക്സ്റ്റൻഷൻ ചെയ്യും. കിക്ക് ബാക്കിനെ പോലെ തന്നെ നമുക്ക് ട്രൈസിന് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കൗട്ടാണ് ഈ ബാക്കിൽ റോപ്പ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. റോപ്പ് എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് പലരും ഹോൾ എവിടെ ഇടണം എന്നുള്ളതിൽ ഒരു ഡൗട്ടുണ്ട്. അത് നമ്മൾ ചില ആൾക്കാർ റോപ്പ് നമ്മുടെ ഷോൾഡറിന്റെ മുകളിൽ ഇട്ട് ഇങ്ങനെ കളിക്കാറുണ്ട്. ഇങ്ങനെ കളിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒന്നുകൂടി ബോഡി വെയിറ്റ് ഫ്രണ്ടിലോട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് വെക്കണം. ബോഡി വെയിറ്റ് ഫ്രണ്ടിലോട്ട് കൊടുത്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ വെയിറ്റ് നമ്മളെ ബോഡിയിലായിരിക്കും എഫക്ട് ചെയ്യുക. ഒരിക്കലും നമ്മളെ കൈയിലോട്ടോ ട്രൈസിലോട്ടോ വരത്തില്ല. അതിപ്പോൾ നമ്മൾ ഈ ഫുൾ മുകളിലിട്ടിട്ട് സ്റ്റഡിക്ക് നിൽക്കുകയാണെങ്കിൽ ഇത് ബാക്കിലത്തെ വെയിറ്റ് നമ്മളെപ്പോഴും ബാക്കിലോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലും നടുവായിരിക്കും പിടിക്കുന്നത്. നടുവ് നമുക്ക് അതിന്റെ സ്പൈനൽ കോഡ് ഇഞ്ചുറി അങ്ങനെ പോലുള്ള സംഭവങ്ങൾ വരാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും നമ്മുടെ ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഹൈറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിന്റെ താഴെയായിട്ട്, നമ്മുടെ തോളിന്റെ താഴെയായിട്ട് ഉള്ള ഹോളിൽ ഇടുകയാണെങ്കിൽ നമുക്ക് സ്റ്റഡിക്ക് നിൽക്കാൻ പറ്റും. കൈ മുകളിലോട്ട് വെച്ചിട്ട് കറക്റ്റ് ഫുൾ എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഒരു തടസ്സവും വരത്തില്ല. അത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു തടസ്സവും ഇല്ല. ഇതിപ്പം മുന്നോട്ട് ആയതിന്റെ പ്രശ്നമില്ല. നമുക്ക് സ്റ്റഡിക്ക് നിന്നതുകൊണ്ട് ഒരിക്കലും നമ്മളെ ബാക്കിലോട്ട് വലിക്കത്തില്ല. കറക്റ്റ് കൈ മൂവ് ആവുന്നു, തിരിച്ചു വരുന്നു. ഇത് നമ്മളെ ബോഡിക്ക് യാതൊരു വിധത്തിലും ദോഷം ചെയ്യത്തില്ല. അതുപോലെ ഈ ഒരു പ്രധാന കാര്യം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ ആംഗിളിൽ നമുക്ക് വരാറുണ്ട്. അതായത് എല്ലാ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ആംഗിൾ സംബന്ധിച്ച് പല ഡൗട്ടുകൾ വരാറുണ്ട്. ഏത് ഹോൾഡ് ഇടുക, അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ ചരിഞ്ഞ് നിൽക്കുക എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഈ ഡൗട്ടിന്റെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഈ ഡൗട്ടിനുള്ള ഒരു സൊല്യൂഷൻ ഇതാണ്. ഇപ്പൊ നമ്മൾ കിക്ക് ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും താഴെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ കേബിളിൽ ഇത് ചെയ്യുകയാണെങ്കിൽ, അതായത് റോപ്പ് എക്സ്റ്റൻഷൻ ചെയ്യുകയാണെങ്കിൽ തോളിന്റെ തൊട്ട് താഴെ, അതായത് നമ്മൾ ഈ തോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെയുള്ള റോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 3 മിനിറ്റ് ഫുള്ളായിട്ട് ഇൻക്ലൈനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ 2 ഡൗട്ട് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഇതാണ്. ഈ വർക്കൗട്ടിലെല്ലാം ചില ടെക്നിക്കുകൾ ബേസ് ചെയ്താണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും.
ഉപയോഗപ്പെട്ടെങ്കിൽ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വേണ്ടി കാണാം. താങ്ക് യു.